നമസ്കാരം. കലാ, കായിക, സാംസ്കാരിക രംഗത്ത് പ്രവർത്തിക്കുന്ന അറിയപ്പെടുന്നതും അറിയപ്പെടാത്തതുമായ നിരവധി പേർ നമുക്ക് ചുറ്റുമുണ്ട്. അവരെ കുറച്ചു പേരെങ്കിലും നിങ്ങളുടെ മുൻപിൽ എത്തിക്കുക എന്നതാണ് എൻ്റെ ലക്ഷ്യം. ഇന്ന് ഞാൻ നിൽക്കുന്നത് വെട്ടിക്കവല ബ്ലോക്ക് പഞ്ചായത്ത് കിഴക്കേ തെരുവ് ഡിവിഷനിൽ നിന്നും UDF സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന ശ്രീമതി ലാലി ബിജുവിനെ കാണാനാണ്. പൊതുപ്രവർത്തന രംഗത്ത് ഇന്നും സജീവമായി പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയാണ് ശ്രീമതി ലാലി ബിജു. തൊഴിലുറപ്പ് പദ്ധതിയിൽ മേറ്റായിട്ട് പ്രവർത്തിച്ചിട്ടുണ്ട്, കുടുംബശ്രീ ചെയർപേഴ്സണായിട്ട് പ്രവർത്തിച്ചിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് മേഖലകളിൽ പ്രവൃത്തി പരിചയമുള്ള വ്യക്തിയാണ് ശ്രീമതി ലാലി ബിജു. നമുക്ക് എന്തായാലും ലാലി ബിജുവിനെ കാണാം. ലാലി ബിജുവിന് എന്താണ് പറയാനുള്ളത് എന്ന് നമുക്ക് കേൾക്കാം. എന്താ? വെട്ടിക്കവല ബ്ലോക്ക് പഞ്ചായത്തിലെ കിഴക്കേ തെരുവ് ഡിവിഷനിൽ നിന്നും UDF സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത് ശ്രീമതി ലാലി ബിജുവാണ്. ലാലി നല്ല ഒരു ജനപ്രതിനിധിയായി നിങ്ങളോടൊപ്പം ഉണ്ടാകും. നല്ല ഒരു പൊതുപ്രവർത്തകയായി, സാമൂഹ്യ പ്രവർത്തകയായി, നിങ്ങളുടെ കുടുംബത്തിലെ ഒരു അംഗമായി നിങ്ങളോടൊപ്പം എപ്പോഴും കൂടെ ഉണ്ടാകും എന്ന് ഞങ്ങൾക്ക് ഉറപ്പ് പറയാൻ കഴിയും. UDF സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന ലാലി ബിജുവിനെ കൈയടയാളത്തിൽ വോട്ട് ചെയ്ത് വിജയിപ്പിക്കണം എന്ന് ഞാൻ വിനയപൂർവ്വം അഭ്യർത്ഥിക്കുന്നു. നമസ്കാരം, ഞാൻ ജ്യോതികുമാർ ചാമക്കല. വെട്ടിക്കവല ബ്ലോക്ക് പഞ്ചായത്തിലെ കിഴക്കേ തെരുവ് ഡിവിഷനിൽ നിന്ന് മത്സരിക്കുന്ന ശ്രീമതി ലാലി ബിജുവിന് കൈപ്പത്തി അടയാളത്തിൽ വോട്ട് രേഖപ്പെടുത്തി അവരെ വൻപിച്ച ഭൂരിപക്ഷത്തോടുകൂടി വിജയിപ്പിക്കണമെന്ന് ഞാൻ നിങ്ങൾ ഓരോരുത്തരോടും വിനയപൂർവ്വം അഭ്യർത്ഥിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. വെട്ടിക്കവല ബ്ലോക്ക് പഞ്ചായത്തിൽ കിഴക്കേ തെരുവ് ഡിവിഷനിൽ ഐക്യ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയായി കൈ അടയാളത്തിൽ ലാലി ബിജു എന്ന ഞാൻ ജനവിധി തേടുകയാണ്. ഈ ചുരുങ്ങിയ കാലയളവിനുള്ളിൽ ഏവരെയും നേരിൽ കാണുവാൻ ഞാൻ പരമാവധി ശ്രമിച്ചിട്ടുണ്ട്. ആരെയെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ സദയം ക്ഷമിക്കണം. ഈ അഭ്യർത്ഥന ഞാൻ നിങ്ങളെ നേരിട്ട് കണ്ട് അഭ്യർത്ഥിക്കുന്നത് പോലെ സ്വീകരിച്ച് ഏവരുടെയും സമ്മതിദാനാവകാശം വോട്ടുകളായി രേഖപ്പെടുത്തി എന്നെ വൻപിച്ച ഭൂരിപക്ഷത്തോടുകൂടി വിജയിപ്പിക്കണമേ എന്ന് അഭ്യർത്ഥിക്കുന്നു. നമസ്കാരം. വെട്ടിക്കവല ബ്ലോക്ക് പഞ്ചായത്തിലെ കിഴക്കേ തെരുവ് ഡിവിഷനിലെ എല്ലാ പ്രിയപ്പെട്ട സഹോദരന്മാരോടും വളരെ വിനയത്തോടുകൂടി നിങ്ങളുടെ മുന്നിലേക്ക് ഒരു അഭ്യർത്ഥന വെക്കുകയാണ്. നിങ്ങളുടെ ഡിവിഷനിൽ UDF സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന പ്രിയങ്കരിയായ മഹിളാ കോൺഗ്രസിന്റെ മണ്ഡലം പ്രസിഡന്റ് കൂടിയായ ഒരു നല്ല ഭരണം ഈ നാടിനായി തരണം, കരുത്തുറ്റ നേതാക്കന്മാർ അതിനായി വരണം, അത് കണ്ട് ഭരണർക്ക് ഉള്ളിലൊന്ന് പിടയും ജനവിധി ഇനി വേണം, നാടിന് പുരോഗതി വന്നിടേണം, അതിനായി അടിപതരാതെ നിങ്ങൾ കരുത്തുറ്റ വോട്ട് ചെയ്ത് ഇവരൊപ്പം നിന്നിടേണം, നാടിനെ നേരിലാക്കി നയിച്ചിടണം. ഒരു നല്ല ഭരണം നീ നാടിനായി തരണം, കരുത്തുറ്റ നേതാക്കന്മാർ അതിനായി വരണം, അത് കണ്ട് ഭരണർക്ക് ഉള്ളിലൊന്ന് പിടയും ജനവിധി ഇനി വേണം, നാടിന് പുരോഗതി വന്നിടേണം, അതിനായി അടിപതറാതെ നിങ്ങൾ കരുത്തുറ്റ വോട്ടു ചെയ്ത് ഇവരൊപ്പം നിന്നിടേണം, നാടിനെ നേരിലാക്കി നയിച്ചിടണം. ഒരു നല്ല ഭരണം ഈ നാടിനായി തരണം, കരുത്തുറ്റ നേതാക്കന്മാർ അതിനായി വരണം, അത് കണ്ട് ഭരണർക്ക് ഉള്ളിലൊന്ന് പിടയും ജനവിധി ഇനി വേണം, നാടിന് പുരോഗതി വന്നിടേണം, അതിനായി അടിപതരാതെ നിങ്ങൾ കരുത്തുറ്റ വോട്ട്. കഴിഞ്ഞ കാലയളവിൽ പാവപ്പെട്ടവന്റെ വരുമാന മാർഗമായ തൊഴിലുറപ്പ് പദ്ധതിയിൽ മേറ്റായി പ്രവർത്തിക്കുവാനും എനിക്ക് സാധിച്ചു. കഴിഞ്ഞ 4 വർഷക്കാലം മേലില ഗ്രാമപഞ്ചായത്ത് കുടുംബശ്രീ CDSന്റെ ചെയർപേഴ്സൺ സ്ഥാനത്ത് നിന്ന് പ്രവർത്തിക്കുവാൻ എനിക്ക് അവസരം ലഭിച്ചു. ആ കാലയളവിൽ മേലില കുടുംബശ്രീ CDSന്റെ സാധാരണക്കാരായ ആളുകൾക്ക് വിവിധ പദ്ധതികളിലൂടെ സഹായം നൽകുവാനും അവസരം ലഭിച്ചു. പൊതുസമൂഹത്തിന്റെ വിവിധ മേഖലകളിൽ ഇന്നും ഞാൻ പ്രവർത്തിച്ചു വരികയാണ്. തീർച്ചയായും പൊതുജനങ്ങളുടെ ആവശ്യമനുസരിച്ച് പ്രവർത്തിക്കുവാൻ തീർച്ചയായിട്ടും എനിക്ക് സാധിക്കുമെന്ന വിശ്വാസം എനിക്കുണ്ട്. കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ ഈ ഡിവിഷനിൽ നിന്നും വിജയിച്ച UDF ജനപ്രതിനിധികൾ നടത്തിയ വികസനങ്ങളുടെ തുടർച്ചയായി ഞാനും എൻ്റെ കഴിവിൻ്റെ പരമാവധി പ്രവർത്തിക്കുമെന്ന് ഈ അവസരത്തിൽ ഞാൻ നിങ്ങൾക്ക് ഉറപ്പു തരുന്നു. ആയതിനാൽ ഈ വരുന്ന തെരഞ്ഞെടുപ്പിൽ നിങ്ങളിൽ ഒരാളായി എന്നെ കണ്ട്
നിങ്ങളോടൊപ്പം നിന്ന് പ്രവർത്തിക്കുവാൻ എനിക്കൊരവസരം നൽകണമെന്ന് വിനീതമായി ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുകയാണ്. ായി ഭരണം അത് കണ്ട് ഭരണർക്ക് ഉള്ളിലൊന്ന് പിടയും. ജനവിധി ഇനി വേണം, നാടിന് പുരോഗതി വന്നിടേണം. അതിനായി അടിപതറാതെ നിങ്ങൾ കരുത്തുറ്റ വോട്ടു ചെയ്ത് ഇവരൊപ്പം നിന്നിടേണം. നാടിനെ നേരിലാക്കി നയിച്ചിടണം.